മുഖ്യമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് അവിടെ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നത്. രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനമെമ്പാടും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ വളരെ സജീവമായി തന്നെ നടക്കാം. റിപ്പബ്ലിക് ദിന ആഘോഷത്തിനായിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. അവിടെ പരേഡ് സ്വീകരിക്കുന്ന അടക്കമുള്ള പരിപാടികളുണ്ട്. മുഖ്യമന്ത്രി സംസാരിക്കുന്നു, അല്പസമയത്തിനകം സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയായിരിക്കുന്നു. പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ, ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട ആകർഷണം രാജ്യമെമ്പാടും നടക്കുന്ന ചടങ്ങുകൾ ഒരു ഹെവി വെയിറ്റ് പ്രൗഢഗംഭീര ചടങ്ങുകളാണെന്നുള്ളതാണ്. അതിലൊന്നാണ് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്താൻ പോകുന്നു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, ദേശീയ പതാക ഉയർത്തുകയല്ലേ മുഖ്യമന്ത്രി? ഹാഷ്മി, മുഖ്യമന്ത്രി ഈ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ദേശീയ പതാക ഉയർത്തുന്നത് ഗവർണറാണ്. ഗവർണർ അല്പസമയത്തിനകത്ത് ഇവിടേക്ക് എത്തും. അതിന്റെ സമയമനുസരിച്ച് 8:59 അദ്ദേഹം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. 9 മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പരേഡിന്റെ അഭിവാദനം സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും ഗവർണറുടെ ഈ റിപ്പബ്ലിക് ദിന പ്രസംഗം, അതിന് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. മറ്റ് ഉദ്യോഗസ്ഥർ, അതായത് ബ്യൂറോക്രാറ്റ്സ്, അതുപോലെ തന്നെ മറ്റു സേനാ വിഭാഗങ്ങൾ, ജനപ്രതിനിധികൾ, ഒപ്പം ഇത് വീക്ഷിക്കാനെത്തിയ ആളുകൾ, മറ്റു VIP കൾ, അതുമാത്രമല്ല സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ലക്ഷ്മി, 23 പ്ലാറ്റൂൺ ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. വിവിധ സേനകളുടെ 23 പ്ലാറ്റൂൺ പങ്കെടുക്കുന്നുണ്ട്. അവർ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ടിൽ അണിനിരന്നിട്ടുണ്ട്. പരേഡ് കമാൻഡർ, ഈ പരേഡിന്റെ കമാൻഡർ മേജർ ജെ അജന്തറാണ്. അദ്ദേഹം ഗഡ്വാൾ റൈഫിൾസിന്റെ 6ാം ബറ്റാലിയന്റെ മേജറാണ്. ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനാണ്. അത്തരത്തിൽ ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ ഈ പരേഡുമായി ബന്ധപ്പെട്ട ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞു. അതിന്റെ പ്ലറ്റൂണുകളെല്ലാം തയ്യാറായി നിൽക്കുന്നു. ഗവർണർ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഈ ചടങ്ങിലേക്ക് എത്തി. ഈ റിപ്പബ്ലിക് ദിന ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം എത്തി ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാഹളം മുഴങ്ങും. അതിനുശേഷം അദ്ദേഹം ദേശീയ പതാക ഗവർണർ രാജേന്ദ്ര അർലേക്കർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ഗവർണർ രാജേന്ദ്ര അർലേക്കർ ദേശീയ പതാക ഉയർത്താൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയ ഗവർണർ എല്ലാവരോടും, ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ അവിടെയുണ്ട്, ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ചേർന്നാണ് ഗവർണറെ സ്വീകരിക്കുന്നത്. അല്പസമയത്തിനകം അവിടെ ദേശീയ പതാക ഉയർത്താൻ പോകുന്നു ഗവർണർ. അതിനുശേഷം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ വിവിധ സേനാ വിഭാഗങ്ങളുടെ, അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ്, പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിക്കാൻ പോകുന്നു. ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ, കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ രസകരമായ മനോഹരമായ കാഴ്ച, പുഷ്പവൃഷ്ടി നടത്തുകയാണ്. വായുസേനയുടെ ഹെലികോപ്റ്ററിലാണ് പുഷ്പവൃഷ്ടി. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ ചേർന്നുള്ള ദേശഭക്തി ഗാനം, കുട്ടികളുടെ ദേശഭക്തി ഗാനം. ദേശീയ പതാക ഉയർത്താൻ പോകുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കർ. സംസ്ഥാനത്ത് വിപുലമായ ആഘോഷങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗവർണർ പതാക ഉയർത്തിയത്. സല്യൂട്ട് സ്വീകരിക്കുകയാണ്, അഭിവാദ്യം സ്വീകരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. മുഖ്യമന്ത്രി പിണറായി വിജയനും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൗട്ട് ഗൈഡ്, സ്റ്റുഡൻറ്, പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിക്കുന്നു. അതിനുശേഷമാകും ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം ഉണ്ടാവുക. നേരത്തെ നമ്മൾ കണ്ടു, ഹെലികോപ്റ്ററിൽ ഭാരതീയ വായുസേനയുടെ പുഷ്പവൃഷ്ടി കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് ഇക്കുറിയും ആ ചടങ്ങ് ആവർത്തിച്ചു. അതിനുശേഷം കുട്ടികളുടെ ദേശഭക്തി ഗാനം നടക്കാൻ പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങാണ് തിരുവനന്തപുരം
സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് തുടരുന്നുണ്ട്. അലക്സ്, വിവിധ വിഭാഗങ്ങളുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിക്കുകയാണ് അല്ലേ? അശ്വി, തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിവിധ സേനാ വിഭാഗങ്ങളുടെ 23 പ്ലാറ്റൂണുകൾ അണിനിരന്നിട്ടുണ്ട്. ആ പരേഡിന്റെ അഭിവാദ്യം ഗവർണർ സ്വീകരിക്കുന്നു. നേരത്തെ നമ്മൾ ദേശീയഗാനം കേട്ടു. അതിനുശേഷമാണ് ഈ അഭിവാദ്യം സ്വീകരിക്കുന്നതിന് വേണ്ടി ഗവർണർ തുറന്ന വാഹനത്തിൽ പുറപ്പെട്ടത്. ഈ ദേശീയഗാനം കേൾക്കുന്ന വേളയിൽ തന്നെ ഭാരതീയ വായുസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്ന് പുഷ്പവൃഷ്ടി ഇവിടേക്ക് ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു പ്രൗഢ ഗംഭീരമായ ചടങ്ങാണ്. അത് കാണുന്നതിന് വേണ്ടി നിരവധിയായ ആളുകൾ എത്തിയിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ടവർ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഈ സമയം അഭിവാദ്യം സ്വീകരിക്കുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങളുടെ അതിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുണ്ട്, NCC ഉണ്ട്, അടക്കമുള്ള വിവിധ സേന, അശ്വാരൂഢ സേനയുണ്ട്. വിവിധ വിഭാഗങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു സ്ഥലത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉണ്ട്, ഗവർണർ രാജേന്ദ്ര അർലേക്കറുണ്ട്, പി രാജീവുണ്ട്. അങ്ങനെ മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് സല്യൂട്ട് സ്വീകരിക്കുന്ന പല സ്ഥലങ്ങളിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനും രാജ്യ തലസ്ഥാനത്ത് പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡ് തുടങ്ങാൻ പോകുന്നു. എവിടെയാണ്? കൊല്ലം ആശ്രാമ മൈതാനത്ത് മന്ത്രി KN ബാലഗോപാലുണ്ട്, പത്തനംതിട്ടയിൽ മന്ത്രി J. ചിഞ്ചുറാണിയുണ്ട്. മന്ത്രിമാർ പതാക ഉയർത്തുകയാണ് വിവിധ സ്ഥലങ്ങളിൽ. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉണ്ട്, പി രാജീവുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഓരോ ജില്ലകളിലെയും ജില്ലാ ആസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ അങ്ങനെ ഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലെയും അവിടുത്തെ അച്ചടക്കം, അവിടുത്തെ ഡിസിപ്ലിൻ ഒക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് റിപ്പബ്ലിക്. നമ്മുടെ അച്ചടക്കത്തിൻ്റെ, നമ്മുടെ സേനാവിഭാഗങ്ങളുടെ അച്ചടക്കത്തിൻ്റെയും അവരുടെ ആത്മസമർപ്പണത്തിൻ്റെയും ഒക്കെ ദൃഷ്ടാന്തമാകുന്ന, നേർസാക്ഷ്യമാകുന്ന ദൃശ്യങ്ങളാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ പ്രധാന കാഴ്ച, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന പ്രധാനപ്പെട്ട കാഴ്ച. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതിനുശേഷം ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ഓർക്കണം, കഴിഞ്ഞ വർഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു ഈ സ്ഥലത്തുണ്ടായിരുന്നത്. അദ്ദേഹം എറണാകുളത്ത് മന്ത്രി പി രാജീവാണ് ഇപ്പോൾ അവിടെ വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നത്. അവിടെയും പുരോഗമിക്കുകയാണ്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ വളരെ സജീവമായി, വളരെ ഗംഭീരമായി തന്നെ പുരോഗമിക്കുകയാണ്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോടാണ് അല്ലേ? കോട്ടയത്ത് മന്ത്രി VN വാസവനാണ് സല്യൂട്ട് സ്വീകരിക്കുന്നത്, പതാക ഉയർത്തുന്നത്. കോട്ടയത്തെ ദൃശ്യങ്ങളാണ്. വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ റിപ്പബ്ലിക് ദിനാഘോഷം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ നിറവിലാണ്. അതിൻ്റെ ഭാഗമായി മന്ത്രി K. രാജൻ സ്വീകരിക്കുന്നു. അങ്ങനെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ K. രാജൻ അവർ ദേശീയ പതാക ഉയർത്തിക്കഴിഞ്ഞു. ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനുമെതിരെ ഉയരുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കേണ്ടത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്ന ബോധം നമ്മെ നയിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ആത്മാവ് തുടിക്കുന്ന ഭരണഘടന നിലവിൽ വന്ന് 75 വർഷം തികഞ്ഞ് 76-ാം വർഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് എന്താണ്? ഇന്ത്യ എന്ന ആശയം മൂർത്തമാവുന്ന ഭരണഘടന പൂർത്തീകരണത്തോടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ, തിരുവനന്തപുരത്തടക്കം വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുന്നു. മന്ത്രി K. രാജനാണ് അവിടെ സല്യൂട്ട് സ്വീകരിക്കുന്നതും പതാക ഉയർത്തുന്നതും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സല്യൂട്ട് സ്വീകരിക്കൽ പൂർത്തിയാക്കിയെന്ന് തോന്നുന്നു. ഇനി ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, കഴിഞ്ഞ തവണ ഇതേ സ്ഥലത്ത് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞായിരുന്നു കഴിഞ്ഞ തവണ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ റിപ്പബ്ലിക് ദിന സന്ദേശം. ഇന്നിപ്പോൾ ഗവർണർ ശ്രീ രാജേന്ദ്ര അർലേക്കറുടെ വാക്കുകൾ അല്പസമയത്തിനകം, അദ്ദേഹം ഗവർണറായി വന്നതിന് ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ആ രീതിയിൽ പ്രസക്തിയുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങളുടെ വളരെ ചിട്ടയോടെയുള്ള, വളരെ അച്ചടക്കത്തോടെയുള്ള ഓരോരോ സേനാവിഭാഗങ്ങൾ, ഓരോരോ പ്ലാറ്റൂണുകൾ വളരെ അച്ചടക്കത്തോടെ ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
അമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലാണ് രാജ്യമുള്ളത്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലടക്കം അതിൻ്റെ ചടങ്ങുകൾ, അതിൻ്റെ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം കർത്തവ്യപഥത്തിൽ ആഘോഷ പരിപാടികൾ തുടങ്ങാൻ പോകുന്നു. അതുകൂടിയാകുമ്പോഴേ ഇതിൻ്റെ ചടങ്ങുകൾക്കൊരു പൂർണ്ണത ഉറപ്പായി വരികയുള്ളൂ. ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് 10,000-ഓളം വരുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാൻഡോ ആണ് ആ ചടങ്ങിന്റെ മുഖ്യാതിഥി. ഇന്നത്തെ പരേഡിൽ പങ്കെടുക്കുന്ന എല്ലാ കണ്ടിജൻസും കോളം ഓഫ് റൂട്ട് എന്ന ഫോർമേഷനിൽ ക്വിക്ക് മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. Kerala Battalion NCC Senior Wing Girls Mercy College Palakkad നയിക്കുന്നത്